ഗ്രീൻ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഒരു സുപ്രധാന വിഷയമായിട്ടാണ്. സിനിമാ ലോകം പണ്ടത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. പണ്ട് പ്രേംനസീറും സത്യനും മധുവും ഷീലയും ശാരദയും ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പുതിയ ജീവിതങ്ങൾ, പുതിയ താരനിശകൾ, ഇങ്ങനെ ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമുണ്ടായി. ഈ മാറ്റത്തിനനുസരിച്ച് ഈ സിനിമാ ലോകം മുഴുവനും ഒട്ടുമുക്കാലും ഒരു പറ്റിപ്പിൻ്റെ കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. സിനിമാ പ്രൊഡ്യൂസറുടെ പേര് പറഞ്ഞ് കോടികൾ വെട്ടിക്കുക, കോടികൾ വാഗ്ദാനം ചെയ്ത് ജനങ്ങളെ പറ്റിക്കുക, കുടുംബങ്ങളെ പറ്റിക്കുക, അവരെ വഴിയാധാരമാക്കുക. ഈ അവസ്ഥയിൽ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി വ്യാപകമായ പറ്റിപ്പിൻ്റെ ശൃംഖല തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ബാംഗ്ലൂരും തിരുവനന്തപുരവും നെയ്യാറ്റിൻകരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായൊരു ശൃംഖല, പറ്റിപ്പിൻ്റെ ശൃംഖലയായി മാറിയിരിക്കുകയാണ്. ഏത് രീതിയിലാണെങ്കിലും പൈസ ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനം. അമരവളയിലെ ഒരു സിനിമാ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ജയരാജ് കോടികൾ KSFയിൽ നിന്നുകൊണ്ട് ലോൺ എടുത്തു, പല കുടുംബങ്ങളും തകർത്തു, ആ വീട്ടിൻ്റെ മുമ്പിൽ ആത്മഹത്യാ ഭീഷണികളുണ്ടായി. ഇതൊട്ടും തെല്ലും വകവയ്ക്കാതെ അടുത്തടുത്ത് ഓരോ ഇരകളെ കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പണം വാഗ്ദാനം ചെയ്ത് കോടികൾ വസ്തു എടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുക, അതിൻ്റെ പേരിൽ പൈസ പറ്റിക്കുക. 1 ലക്ഷമാണെങ്കിൽ 50,000 ആണെങ്കിൽ 25,000 ആണെങ്കിലും ദിനം പ്രതി ഇങ്ങനെ പറ്റിപ്പിൻ്റെ ശൃംഖലയായി മാറിയിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ പാസ്റ്റർ എല്ലാവരെയും വിളിച്ച് സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രതിസന്ധി തീർക്കാൻ വേണ്ടി അമരവള ജയരാജനെ പിന്നെ പറഞ്ഞു വിടും. അതുവഴി ദിനം പ്രതി കാര്യങ്ങൾ നടത്തിയെടുക്കുക മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെ തിരുവനന്തപുരം കേന്ദ്രമാക്കിയും ഇതിൻ്റെ ശൃംഖല അന്വേഷിച്ചാൽ ഒരു വലിയ വ്യാപ്തിയുണ്ട് ഇതിനകത്ത്. ഇത് മകളെ MBBS പഠിപ്പിക്കാനാണോ, 1-2 കോടി രൂപ മുടക്കി വീട് വെച്ചതിനാണോ ഈ ബാധ്യതകൾ ഈ പാവപ്പെട്ടവരെ പറ്റിക്കുന്നത്? പാവപ്പെട്ടവരെ പറ്റിക്കാൻ ഇറങ്ങി തിരിച്ച് അത് 1, 2, 3, 5 കുടുംബമല്ല തകർന്നിട്ടുള്ളത്. പല കുടുംബങ്ങളും വഴിയാധാരമായിരിക്കും. ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോയാൽ ഇതിലിപ്പോൾ പോലീസിൽ പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, അന്വേഷണം എങ്ങും എത്താത്തൊരവസ്ഥയിലോട്ട് മുമ്പോട്ട് പോകും. അടിയന്തരമായി ഈ ശൃംഖലയെ കണ്ടെത്തണം. ബാംഗ്ലൂരിലെ പാർഷൽ നമ്പർ ഉൾപ്പെടെ ഞാൻ പരാതി കൊടുത്തതാണ്. അമരവള ജയരാജാണെങ്കിൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച് ഈ ശൃംഖല മുഴുവനും ഓരോ ദിവസവും അത് ഓരോരോ പുതിയ ഇരകളെ കണ്ടുപിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അവസ്ഥ. അതിനുവേണ്ടി ചില പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടിനുണ്ട്, KSFയിലൊക്കെ ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടിനുണ്ട്. ആരുടെയെങ്കിലും വസ്തു പ്ലജ് ചെയ്യുക, പിന്നെ അതിനകത്ത് വ്യാജമായിട്ട് EDയുടെ സൗണ്ടിൽ സ്ത്രീകളെ വിട്ട് സംസാരിപ്പിക്കുക, ED വെരിഫിക്കേഷൻ നടത്തി 2 കോടി രൂപ അല്ലെങ്കിൽ 8 കോടി രൂപ, 10 കോടി രൂപ, 15 കോടി രൂപ ഇതാ ഇപ്പോൾ വരെയാണ്. ബാങ്കിൽ മാനേജർമാരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുക, മാനേജർമാരെ വിട്ട് പറയിക്കുക, ശുപാർശ ചെയ്യിക്കുക, ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നടത്തുന്നതിന് എത്രയും വേഗം എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ, ഇനിയെങ്കിലും അതിൻ്റെ താഴ്വേരുകൾ തോണ്ടി നശിപ്പിച്ചില്ലെങ്കിൽ ഇതൊരു സമൂഹത്തിലൊരു വ്യാധിയായി മാറും. ഇതാർക്കും പിടിച്ചു കെട്ടാൻ കഴിയില്ല. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതാണ് എനിക്ക് അപേക്ഷിക്കുന്നത്.